നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം 2026 SSLC പരീക്ഷയാണ്. ഈ വിഷയം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 8 വർഷക്കാലം SSLC സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പ് ഓഫീസറായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ SSLC പരീക്ഷയെ പറ്റി ഉള്ള ഒരു വിഷയം ഇന്നത്തെ വീഡിയോയ്ക്ക് എടുത്തത്. നമുക്കറിയാം, ഈ മാർച്ച് 5-ാം തീയതിയാണ് SSLC പരീക്ഷ ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് മാർച്ച് 30-നാണ്. അപ്പം അതിനെ അങ്ങനെ സംബന്ധിച്ച് പറയുമ്പോൾ 5-ന് തുടങ്ങി 30-ന് അവസാനിക്ക് 25 ദിവസം 26 ദിവസം കിട്ടുന്നുണ്ട്. ആ 26 ദിവസം കൊണ്ട് നമുക്ക് 9 പരീക്ഷകളാണ് എഴുതി തീരേണ്ടത്. 10ാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് IT പരീക്ഷയാണ്. ആ IT പരീക്ഷ ഇപ്പോൾ ഫെബ്രുവരി 2 മുതൽ 13 വരെ നടക്കുകയാണ്. 13-ാം തീയതിയോടുകൂടി IT പരീക്ഷയുടെ പരീക്ഷ അവസാനിക്കും. മാർക്ക് അപ്ലോഡിങ്ങും അവസാനിക്കും. അപ്പം അതുകൊണ്ട് IT മാർച്ചിലേക്ക് വരുന്നില്ല. മാർച്ചിൽ 9 വിഷയങ്ങളിലും മാത്രമാണ് പരീക്ഷ നടക്കുന്നത്. അപ്പം നമുക്ക് ഈ പരീക്ഷകൾ 9 വിഷയങ്ങൾ തീർക്കുന്ന പരീക്ഷ കടന്നു തീരുന്നത് 25-26 ദിവസം കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇടവേളകൾ ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്. 9 പരീക്ഷയ്ക്ക് 25 ദിവസം. അപ്പം അങ്ങനെ വളരെ മുൻപുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദിവസം 2 പരീക്ഷ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും ഇടവേളകൾ ഒന്നുമില്ല. ഞായറാഴ്ച ഉണ്ടെങ്കിൽ അത് മാത്രം ഇടവേള കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ രീതിയിലുള്ള ഒരു ലിബറലൈസ്ഡ് രീതിയിലേക്കൊക്കെ മാറിയിട്ടുള്ളത്. ഇപ്പോൾ ഓരോ പരീക്ഷ കഴിഞ്ഞിട്ടും 1-2 ദിവസങ്ങൾ ഇടവേള നൽകി കുട്ടികൾക്ക് ആ പാഠങ്ങളൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടാണ് പരീക്ഷകൾ നടക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ പരീക്ഷകളൊക്കെ തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്നിട്ടാണ്. അത് ചോദ്യകർത്താവിനോ അധ്യാപകർക്കോ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല. കുട്ടികൾക്ക് പരമാവധി എഴുതാൻ കഴിയണം എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്പോഴുള്ള പരീക്ഷകൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ SSLC 10ാം ക്ലാസ്സിലെ മോഡൽ പരീക്ഷ മാർച്ച് 16 മുതൽ 20 വരെ നടക്കും. മോഡൽ പരീക്ഷ എന്ന് പറയുന്നത് 10ാം തരം പബ്ലിക് പരീക്ഷയുടെ സമാനമായ അതേ രീതിയിലുള്ള ചോദ്യപേപ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് മോഡൽ പരീക്ഷ നടത്തുന്നത്. ഈ മോഡൽ പരീക്ഷ എന്ന് പറയുന്നത് എല്ലാ പാഠഭാഗങ്ങളും പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും മോഡൽ പരീക്ഷയിൽ ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ മോഡൽ പരീക്ഷ വളരെ ഗൗരവമായിട്ട് കാണണം. യഥാർത്ഥത്തിൽ ഒരു ഫൈനലിന് മുമ്പുള്ള സെമി ഫൈനലായിട്ട് നമ്മൾ ഈ മോഡൽ പരീക്ഷയെ കാണണം. അപ്പം പരമാവധി നമ്മൾക്ക് കഴിയുന്നത്ര മാക്സിമം പഠിച്ചതിന് ശേഷം മാത്രം ഈ മോഡൽ പരീക്ഷ എഴുതണം. കാരണം എന്താണെന്ന് വെച്ചാൽ 20-ാം തീയതി കഴിഞ്ഞ് മോഡൽ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ സമയം വളരെ കുറവാണ്. പല സ്കൂളിലും യാത്രയപ്പോൾ ഉണ്ടാവും. പിന്നെ അതേപോലെ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഒരു ദിവസം നമ്മൾ പോകും. അപ്പോൾ ഈ 10-12 ദിവസം കൊണ്ട് പിന്നെ കിട്ടുന്ന ആകെ 10, 13, 14 ദിവസം കൊണ്ട് നമുക്ക് മാത്രമല്ല ഇത് ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി മാസത്തിന് ഈ ഫെബ്രുവരിക്ക് 28 ഉള്ളൂ. അപ്പോൾ ദിവസം വളരെ കുറയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ പാഠങ്ങളൊക്കെ മറിച്ച് എല്ലാ വിഷയങ്ങളും ഒന്ന് മറിച്ച് നോക്കാനുള്ള സമയം പിന്നെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിനു മുന്നേ മോഡൽ പരീക്ഷയ്ക്ക് മുമ്പാണ് ശരിക്കും പഠിച്ചു തീരേണ്ടത്. അങ്ങനെ പഠിച്ചു തീർന്ന് നമ്മളൊരു ആ പരീക്ഷ കുട്ടികളൊക്കെ ഒന്ന് എഴുതി അങ്ങനെയാണ് ഒരു കോൺഫിഡൻസ് വരുന്നത് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് നമുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മോഡൽ പരീക്ഷ IT പരീക്ഷ നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് മറ്റു വിഷയങ്ങൾ പഠിക്കാതിരിക്കരുത്. IT പരീക്ഷ എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. അതെങ്ങനെയായാലും നമുക്കത് ചെയ്ത് ശീലമുണ്ടെങ്കിൽ അതിൽ വളരെ A+ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. മാത്രമല്ല ഈ IT പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. IT പരീക്ഷ കഴിഞ്ഞ് ഒരു മാർക്ക് ആയിക്കഴിഞ്ഞാൽ അതിൽ റീവാല്യുവേഷൻ ഇല്ല എന്നാണ്.
നമുക്കറിയാം IT പരീക്ഷയ്ക്ക് CE മാർക്ക് 10 കിട്ടിയിട്ടുണ്ടാവും ഓൾറെഡി. എല്ലാ വിഷയങ്ങൾക്കും CE മാർക്ക് ഉണ്ട്. IT പരീക്ഷയുടെ CE മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ്. ആ 10 മാർക്ക് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും 4 ലക്ഷത്തിനകത്ത് 4 ലക്ഷത്തി ചില്ലറ കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ എല്ലാവർക്കും തന്നെ ഈ IT പരീക്ഷയിൽ CE മാർക്ക് 10 കിട്ടിയിട്ടുണ്ടാവും. അതിൽ തർക്കമില്ല. പിന്നെ പോയിട്ട് നമ്മൾ ഈ പ്രാക്ടിക്കലിൽ കിട്ടേണ്ട മാർക്കാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ITക്ക് റീവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന കാര്യം നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി പരീക്ഷ കഴിഞ്ഞാൽ, പരീക്ഷയെ പറ്റി മൊത്തം ഒരു അവലോകനം ഞാൻ നടത്തുകയാണ്. പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യുവേഷൻ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. പേപ്പർ എന്നു മുതലാണ് നോക്കുന്നത്? പേപ്പർ നോക്കാൻ തുടങ്ങുന്നത് ആ, ഏപ്രിൽ 6 മുതലാണ്. ഏപ്രിൽ 6 മുതൽ അവസാനിക്കുന്നത് 25-ാം തീയതിയാണ്. ഏപ്രിൽ 25-ാം തീയതി അവസാനിക്കും. ഏപ്രില് 70 സെന്ററുകളിലായിട്ടാണ്, കേരളത്തിലെ 70 സെന്ററുകളിലായിട്ടാണ് ഈ ഇത്രയും കുട്ടികളുടെ എല്ലാ വിഷയങ്ങളുടെയും പേപ്പറുകൾ വാല്യുവേഷൻ നടത്തുന്നത്, മൂല്യനിർണ്ണയം നടത്തുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ സെന്ററുകളാണെന്ന് തീരുമാനിച്ചു. ആ സെന്ററുകളിലൊക്കെ ഏതൊക്കെ വിഷയങ്ങളാണ് നോക്കുന്നത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ആ സ്പെല്ലുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ സ്പെല്ല് പേപ്പർ നോക്കുന്ന ആദ്യം 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ആദ്യത്തെ ഘട്ടം. പിന്നീട് വിഷു പോലെയുള്ള ചില ലീവുകൾ വന്നുകൊണ്ട് അടുത്ത ഘട്ടം 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ്. അതിൻ്റെ അടുത്ത ഘട്ടം 20-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ്. അപ്പോൾ ഏപ്രിൽ 25 കൂടി കറക്റ്റ് ഇതൊക്കെ കൃത്യമാണ്. അല്ലാതെ നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ ഡേറ്റ് മാറുന്ന രീതികൾ ഇതിലില്ല. ഏപ്രിൽ 25 കൂടി വാല്യുവേഷൻ മൂല്യനിർണ്ണയം, 10-ാം തരം പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർണ്ണമായിട്ട് അവസാനിക്കും. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ സാധാരണഗതിയിൽ റിസൾട്ട് എന്നാ വരിക ഊഹമേ പറയാറുള്ളായിരുന്നു. റിസൾട്ട് മെയ് 15-ന് മുമ്പ് എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം വളരെ കൃത്യമായ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു. മെയ് 8-ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അത് ബോർഡ് യോഗമൊക്കെ 7-ാം തീയതിയോട്, മെയ് 7-ാം തീയതി, ഏപ്രിൽ 25-ന് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റാൻഡം ചെക്കിംഗ് ഉണ്ട്. ഏപ്രിൽ 25-ന് പരീക്ഷ കഴിയുക എന്ന് പറഞ്ഞാൽ, വാല്യുവേഷൻ കഴിയുക എന്ന് പറഞ്ഞാൽ ആ വാല്യുവേഷൻ കഴിയുന്നതോടുകൂടി തന്നെ പരീക്ഷാ ഭവന്റെ സൈറ്റിലേക്ക് ഈ വാല്യുവേഷൻ കഴിഞ്ഞ എല്ലാ പേപ്പറുകളുടെയും മാർക്കുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് വരുന്നത് ഒരു റാൻഡം ചെക്കിംഗ് ഉണ്ട്. അത് കൂടാതെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പരീക്ഷ ബോർഡ് കൂടേണ്ടതുണ്ട്. റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് മെയ് 8-നാണ്. കൃത്യമായ തീയതി ഇപ്രാവശ്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സി മാർക്കുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. CE മാർക്ക് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ CE മാർക്കുകൾ പരീക്ഷാ ഭവന്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്ന് പരീക്ഷാ ഭവന്റെ സൈറ്റിലേക്ക് CE മാർക്കുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 7 വിഷയങ്ങൾക്ക് 10 വിഷയമാണ് ആകെ ഉള്ളത്. ആ 10 വിഷയങ്ങളിൽ 7 വിഷയങ്ങൾക്ക് 10 മാർക്ക് വീതമാണ് CE മാർക്ക്. CE മാർക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒന്നാണ്. ഈ നിരന്തര മൂല്യനിർണ്ണയം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ 7 വിഷയങ്ങൾക്ക് 10 വീതം മാർക്കുകളാണ് CE മാർക്കായിട്ട് ലഭിക്കുന്നത്. എന്നാൽ വലിയ വിഷയങ്ങളായ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഈ 3 വിഷയങ്ങൾക്ക് 20 മാർക്കാണ് CE മാർക്കായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ആ 3 വിഷയങ്ങൾ, ആ ഇംഗ്ലീഷ്, മാത്സ്, SS എന്നീ വിഷയങ്ങൾക്ക് 80 മാർക്കിൻ്റെയാണ് എഴുത്തു പരീക്ഷ. ബാക്കി 7 വിഷയങ്ങൾക്ക് IT ഒഴിച്ചാൽ 6 വിഷയങ്ങൾക്ക് 40 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയുമാണ് നടക്കുന്നത്. അപ്പം ഇവിടെ 7 വിഷയങ്ങൾക്ക് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും CE മാർക്ക് 10 ലഭിച്ചു കഴിഞ്ഞു. 3 വിഷയങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും 20 മാർക്കും ലഭിച്ചു കഴിഞ്ഞു. അത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. പരീക്ഷാ ഭവന്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇവിടെ കൂട്ടുന്നത് CE മാർക്കിൻ്റെയും എഴുത്തു പരീക്ഷയുടെയും മാർക്കുകൾ ഒന്നിച്ച് കൂട്ടിയിട്ടാണ് ഗ്രേഡ് കണക്കാക്കുന്നത്.
സി മാർക്ക് നമുക്ക് ഓൾറെഡി എല്ലാ കുട്ടികൾക്കും 10ഉം 20ഉം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ മാർക്ക് ലിസ്റ്റിന്റെ പേജിൽ ഇപ്പോൾ നിലവിൽ ഈ 10ഉം 20ഉം മാർക്കുകൾ കൃത്യമായിട്ട് എൻട്രി നടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ എഴുത്ത് പരീക്ഷയുടെ മാർക്കുകൾ മാത്രമേ ആ പേജിലേക്ക് കയറി കൂടേണ്ടതുള്ളൂ. അപ്പോൾ അത്രയും ഒരു സെറ്റപ്പിൽ നടക്കുന്ന വളരെ കൃത്യമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു സംവിധാനമാണ് ഈ 10ാം തരം പരീക്ഷയുടെ മൂല്യനിർണ്ണയ പരീക്ഷ. നടത്തിപ്പിലാണെങ്കിലും ശരി, മൂല്യനിർണ്ണയത്തിലാണെങ്കിലും ശരി, അതിൻ്റെ ടാബുലേഷനിലായാലും ശരി, അപ്ലോഡിങ്ങിലായാലും ശരി, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിലും റീവാല്യുവേഷനിലും ഒക്കെയും നടക്കുന്നത് ഒരു വളരെ കൃത്യമായ വലിയ ഒരു പ്ലാനിങ്ങോട് പോയിട്ടുള്ള സംഭവമാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം ഈ സി മാർക്കിൻ്റെയും എഴുത്ത് പരീക്ഷയുടെയും മാർക്ക് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് ഈ പിന്നെ ഗ്രേഡ് കണക്ക് കൂട്ടുന്നത്. നമുക്ക് 10ാം തരം പരീക്ഷയ്ക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 9 പോയിന്റ് ഗ്രേഡ് എന്നാണ് പറയുന്നത്. ഈ 9 പോയിന്റ് ഗ്രേഡിൽ കുട്ടിക്ക് ഹയർ സ്റ്റഡീസിന് യോഗ്യത നേടണമെങ്കിൽ അഥവാ പാസ്സാകണമെങ്കിൽ, ഈ പാസ്സാകുക എന്നൊക്കെ പറയുന്നത് പഴയ മോഡലാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിന് ഉപരിപഠനത്തിന് അർഹമാകേണ്ടത് യഥാർത്ഥത്തിൽ 30% മാർക്ക് കിട്ടിയിട്ടാണ്. 30 മാർക്കല്ല, 30% മാർക്ക്. അപ്പോൾ 30% മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാലാണ് D+ എന്നുള്ളത്. ഗ്രേഡിങ്ങിൽ പറയുമ്പോൾ അതിനെയാണ് നമ്മൾ D+ എന്ന് പറയുന്നത്. ഇത് സി മാർക്കും എഴുത്ത് പരീക്ഷയും സി മാർക്കും നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്കും കൂടി കൂട്ടിയിട്ട് നമുക്ക് 30% കിട്ടിയാൽ മതി. ഇപ്പൊ സത്യത്തിൽ ഈ സി എന്നത് നമുക്കറിയാം നിരന്തര മൂല്യനിർണ്ണയമാണ്. ആണെങ്കിലും എല്ലാവർക്കും മുഴുവൻ മാർക്കും കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും ഒരു മാർക്ക് കുറയില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റമാണിപ്പോൾ. അതിൽ ആരാണ് അതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉത്തരവാദികളാണ്. കാരണം ഒരു കുട്ടിക്ക് ഏതെങ്കിലും വീഴ്ചകളുണ്ട്, അവൻ വളരെ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന മൂല്യനിർണ്ണയത്തിൽ എന്ന് കണ്ടാൽ പോലും ഒരു മാർക്ക് കുറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിശദീകരണം അധ്യാപകൻ കൊടുക്കേണ്ട ഒരവസ്ഥയുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും പൂർണ്ണമായ മാർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ മുൻകാലങ്ങളിൽ പല രീതികൾ നോക്കി ഈ സി മാർക്ക് നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്ക് പല രീതികൾ നോക്കിയിട്ടായിരുന്നു. അന്നൊരു പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ അന്ന് പിന്നെ ക്ലാസ് ടെസ്റ്റുകൾ നടത്തും ഇടയ്ക്കിടയ്ക്ക്, പിന്നെ അസൈൻമെന്റുകൾ നടത്തും, ക്ലാസ്സിൽ കുട്ടി വരുന്ന ഹാജർ നോക്കും. ഇതെല്ലാം നോക്കിയിട്ടായിരുന്നു സി മാർക്ക് മുൻകാലങ്ങളിൽ ഇട്ടിരുന്നത്. അന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുമ്പോൾ ചില കുട്ടികൾക്ക് 1, 2, 3 മാർക്കൊക്കെ കുറയാറും ഉണ്ടായിരുന്നു. പിന്നെ കാലങ്ങളും മാറി, അതൊക്കെ മാറി. ഇപ്പോൾ ഒരു കുട്ടിക്കും ഒരു മാർക്കും കുറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും രക്ഷിതാക്കളും കുട്ടികളും ഓർമ്മിച്ചു വെച്ചോ, നിങ്ങൾക്ക് ഓൾറെഡി കിട്ടേണ്ട സി മാർക്കുകൾ മുഴുവനായും കിട്ടിക്കഴിഞ്ഞു. അതായത് ചെറിയ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 40 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയുള്ള വിഷയങ്ങളായിട്ടുള്ള മലയാളം സെക്കൻഡ്, അല്ലെ അറബിക്കാണെ സംസ്കൃതമാണെ അത്, മലയാളം സെക്കൻഡ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി, IT, ഇത്രയും വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു മാർക്ക് പോലും ഒരു കുട്ടിക്ക് പോലും, കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും കുറഞ്ഞിട്ടില്ല. മറ്റത് പിന്നെ 3 വിഷയങ്ങളുള്ള ഇംഗ്ലീഷ്, SS, മാത്സിനും 20 മാർക്ക് പൂർണ്ണമായും കിട്ടി എന്ന സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് ഈ പബ്ലിക് എക്സാം എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ഓൾറെഡി ഈ മാർക്കുകൾ പൂർണ്ണമായി കിട്ടിക്കഴിയുമ്പോഴുള്ള ഒരു വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ 10ാം ക്ലാസ്സിലെ ഈ 7 വിഷയങ്ങൾ, അതായത് IT ഉൾപ്പെടെയുള്ള 40 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയുള്ള പ്രാക്ടിക്കലുള്ള ഈ 7 വിഷയങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ, ഇപ്പോൾ IT നമുക്ക് മാറ്റി നിർത്തിയാൽ 6 വിഷയം പറയാം. ഈ 6 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് 10 മാർക്ക് വീതം കിട്ടിക്കഴിഞ്ഞു. പാസ്സാകാൻ എത്ര വേണം? 30% മതി. അപ്പോൾ എഴുത്തു പരീക്ഷയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 40ൽ 5 മാർക്ക് മേടിച്ചാൽ മതി. 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞു, 40ൽ 5 മാർക്ക് കിട്ടിയാൽ അത് 15ആയി. 10ഉം 5ഉം 15. ഇതാകെ ഈ വിഷയങ്ങളുടെ ആകെ മാർക്ക് എന്ന് പറയുന്നത് 50ആണ്. 50ന്റെ 30% എന്ന് പറയുന്നത് 15ആണ്. അപ്പോൾ 15 മാർക്ക് കിട്ടിയ കുട്ടി D+ ആയി, അഥവാ അവൻ പാസ്സായി, അഥവാ അവൻ ഉപരിപഠനത്തിന് അർഹനായി.
അപ്പോൾ അങ്ങനെ ഉപരിപഠനത്തിന് അർഹനാവണമെങ്കിൽ വളരെ സിമ്പിളാണ് ഈ ജയിക്കുക എന്ന് പറയുന്ന കാര്യം. കാരണം എന്താന്ന് പറഞ്ഞാൽ സിയിൽ മാർക്ക് ഫുള്ള് കിട്ടുന്നത് കൊണ്ട് കുട്ടി എഴുത്ത് പരീക്ഷയിൽ 40ൽ 5 മാർക്ക് നേടിയാൽ മതി. ഇനി വലിയ വിഷയങ്ങൾ SSC ഇംഗ്ലീഷ് മാത്സ് പോലെയുള്ള വിഷയങ്ങളിൽ 80 മാർക്കിനാണ് എഴുത്ത് പരീക്ഷ. 80 മാർക്കിൽ ഓൾറെഡി 100 മാർക്കാണ്, 80ഉം 20 സിയും. കുട്ടികൾക്ക് സി 20 കിട്ടിക്കഴിഞ്ഞു. ഇനി 10 മാർക്ക് കൂടി കിട്ടിയാൽ 30ആയി. അപ്പൊ സി 80ഉം സി 20ഉം കൂടെ കൂട്ടിയാൽ 100ലാണ് മാത്സ് SSC ഇംഗ്ലീഷിന്റെ ആകെ മാർക്ക് സി അടക്കം 100 മാർക്കാണ്. ആ 100ല് ആകെ 30 കിട്ടിയാൽ മതി. സിയും എഴുത്തു പരീക്ഷയും കൂടി 30 കിട്ടിയാൽ മതി. ആ സിയിൽ 20 കിട്ടിക്കഴിഞ്ഞു. ഇനി 10 മാർക്ക് കൂടി കിട്ടിയാൽ അവൻ 30% മാർക്കിലെത്തും. അതായത് എഴുത്തു പരീക്ഷയിൽ ഈ വിഷയങ്ങൾക്ക് 80 മാർക്കിൽ 10 മാർക്ക് നേടിയാൽ, വെറും 10 മാർക്ക് നേടിയാൽ കുട്ടി 30 മാർക്കിലെത്തും, അഥവാ 30%-ത്തിലെത്തും. കുട്ടി പാസ്സായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ചെറിയ വിഷയങ്ങൾക്ക് 5 മാർക്കും ഈ വലിയ വിഷയങ്ങൾക്ക് 10 മാർക്കും എഴുത്തു പരീക്ഷയിൽ നേടിയാൽ മതി എന്നാണ്. മിനിമമാണ് പറയുന്നത് കേട്ടോ. മാക്സിമം കുട്ടികൾക്ക് പരമാവധി നേടാനുള്ള അവസരമുണ്ട്, അങ്ങനെ നേടാവുന്നതാണ്. മിനിമം ഇത്ര മതി പാസ്സാവാൻ എന്ന കാര്യം എല്ലാവരും ഈ പേടിച്ചിരിക്കുന്ന ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതോർത്ത് പേടിക്കേണ്ടതില്ല. പരമാവധി മാർക്ക് നേടുക എങ്കിൽ പോലും ഈ ലെവല് കീപ്പ് ചെയ്യാനെങ്കിലും കഴിഞ്ഞാൽ നിങ്ങൾ ഉപരിപഠനത്തിന് അർഹരായി എന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. എന്നാൽ ഞാൻ പറഞ്ഞ ഈ തമ്പനിയിൽ പറഞ്ഞ പോലെ ഈ അവസാന അവസരം എന്ന് പറയുന്നത് നമ്മൾ 2027 മുതൽ ഈ ചാൻസ് നഷ്ടപ്പെടുകയാണ്. ആ ചാൻസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം മുതൽ എഴുത്തു പരീക്ഷയ്ക്ക് മാത്രം 30 മാർക്ക് നേടണം. അപ്പോൾ എഴുത്തു പരീക്ഷയ്ക്ക് മാത്രം 30 മാർക്ക്, പിന്നെ സി എത്രയാണോ കിട്ടുന്നത് അത് എന്നാണ് പറഞ്ഞിട്ടില്ല. അപ്പൊ എഴുത്തു പരീക്ഷയ്ക്ക് ഇപ്പോൾ സിയും എഴുത്തു പരീക്ഷയും കൂടെ കൂടിയിട്ട് 30% മതി. അപ്പോൾ വളരെ കുറയും. അപ്പോൾ ഈ 5 മാർക്ക് കിട്ടുന്നതൊക്കെ അടുത്ത വർഷം 40 മാർക്കിൽ 12 മാർക്ക് നേടിയാൽ മാത്രമേ പാസ്സാവുള്ളൂ. എഴുത്തു പരീക്ഷയിൽ മാത്രം ഈ ചെറിയ വിഷയങ്ങൾക്ക് 40ൽ 12ഉം മറ്റതിൽ 24 മാർക്ക് നേടിയാൽ മാത്രമേ അടുത്ത വർഷം മുതൽ ഈ കുട്ടികൾക്ക് പാസ്സാവാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത വർഷം അതിൻ്റെ റിസൾട്ടിൻ്റെ പേഴ്സൻറ്റേജ് ഒക്കെ കുറഞ്ഞു വരും. ഈ വർഷം ഇത്തരത്തിലുള്ള രീതിയുടെ അവസാന അവസരമാണ് 2026 മാർച്ചിലെ പരീക്ഷ എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ് ഈ രീതിയിൽ പരീക്ഷ എഴുതുന്നവർക്ക്. കാരണം വെറുതെ പാസ്സാക്കി വിടുന്നു എന്നൊക്കെയുള്ള ഒരു ആക്ഷേപവും എല്ലാവരെയും ജയിപ്പിക്കുന്നു എന്ന ആക്ഷേപമൊക്കെ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നത്. ഇനി നമ്മൾ ഈ മിനിമം പാസ്സുകാരുടെ കാര്യമല്ലാതെ A+കാരുടെ കാര്യം കൂടി ഞാനിവിടെ പറയുകയാണ്. നമുക്ക് ഈ എല്ലാവർക്കും മിനിമം ഉള്ളവർക്കും എല്ലാവർക്കും ഞാൻ പറഞ്ഞു സി മാർക്ക് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ A+കാർക്ക് ചെറിയ വിഷയങ്ങൾക്ക് A+ കിട്ടാൻ വേണ്ടി 35 മാർക്ക് മതി. അതായത് 40 മാർക്കിൻ്റെയാണ് എഴുത്തു പരീക്ഷ. മലയാളം സെക്കൻഡ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്രയും വിഷയങ്ങൾക്ക് 40 മാർക്കിനാണ് എഴുത്തു പരീക്ഷ. ആ 40 മാർക്കിൽ 35 മാർക്ക് കിട്ടിയാൽ കുട്ടി A+ ആവും. കാരണം 35ഉം സി ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 10. അപ്പോൾ 35ഉം 10ഉം 45 മാർക്ക്. ഈ 45 മാർക്ക് എന്ന് പറയുന്നത് 50ൽ ആണ്. 50ലെ 45 മാർക്ക് എന്ന് പറയുന്നത് 90%. അതുകൊണ്ട് 90% എന്ന് പറയുന്നതാണ് A+. അതുകൊണ്ട് 35 മാർക്ക് കിട്ടിയാൽ A+ ആയി. വേറെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ 34.5 മാർക്ക് കിട്ടിയാലും A+ കിട്ടും. 34.5 മാർക്ക് കിട്ടുമ്പോൾ ഈ 34.5 റൗണ്ട് ചെയ്ത് 35 ആക്കും. അപ്പോൾ ആ 35ഉം 10 സിയും കൂടെ കൂട്ടിയാലും 45 ആവും. ഇനി 34 കിട്ടിയാൽ പോലും സാധാരണഗതിയിലുള്ള പേപ്പറുകളിലൊന്നും എവിടെയും നമ്മൾ 34 എന്നൊരു സംഖ്യ കാണാറില്ല. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണല്ലോ ഈ പേപ്പർ നോക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കുട്ടിക്ക് 34 കിട്ടിയുള്ളൂ എങ്കിൽ 34 തന്നെ അവർ പിടിച്ചു നിന്നാൽ ആ കുട്ടിക്ക് A+ കിട്ടില്ല, A ആയി മാറും. അതൊഴിവാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് നോക്കുന്ന എല്ലാ അധ്യാപകരും 1/2 മാർക്ക് എവിടെയെങ്കിലും കൊടുത്ത്
അത് 34 ആ 34 റൗണ്ട് ചെയ്ത് 35 A+ലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പേപ്പർ നോക്കുന്നവരൊക്കെ തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത്. അത് ഒരുപക്ഷെ അവരെല്ലാം രക്ഷിതാക്കളായിരിക്കും. ആ രക്ഷിതാക്കളെ പോലെ തന്നെ രക്ഷിതാക്കൾ എങ്ങനെയാണോ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു സമീപനമാണ് പേപ്പർ നോക്കുന്ന അധ്യാപകർക്കും ഉള്ളത് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി അത് വലിയ വിഷയങ്ങളുടെ കേസിലാണെങ്കിൽ ഇംഗ്ലീഷ് പിന്നെ SS മാത്സ് പോലെയുള്ള വിഷയങ്ങളുടെ കേസിലാണ് 80-ലാണ് എഴുത്ത് പരീക്ഷ. നമുക്കറിയാം 80-ൽ എഴുത്ത് പരീക്ഷ ഉള്ള ഒരു വിഷയത്തിന് 70 മാർക്ക് കിട്ടിയാലാണ് A+ കിട്ടുക. 20 ഓൾറെഡി C കിട്ടിയിട്ടുണ്ട്. 70 മാർക്ക് 80-ൽ 70 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയാൽ A+ ആയി. എന്നാൽ ഇത് 69 ആണെങ്കിലും A+ ആവും. റൗണ്ട് ചെയ്യുമ്പോൾ 70 ആവും. 69 ആയാലും സാധാരണഗതിയിൽ ഈ ഈ പേപ്പറുകളിൽ, അതായത് ഇംഗ്ലീഷ് മാത്സ് SS പേപ്പറുകളിലൊന്നും ഒരു 68.5 മാർക്ക് ഉണ്ടാവാറില്ല. 68.5 മാർക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും 69 ആക്കി അത് റൗണ്ട് ചെയ്ത് 70 ആ കുട്ടിക്ക് A+ കിട്ടാൻ വേണ്ടി അധ്യാപകർ മാർക്ക് ഇടാറുണ്ട്. അതൊരു തെറ്റല്ല. കാരണം ഒരു മാർക്കിന്റെ പേരിലൊക്കെ ഒരു A+ പോവുക എന്ന് പറയുമ്പോൾ അതൊരു സാങ്കേതികത്വം മാത്രമാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ചെറിയൊരു ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു പോയിന്റ് സ്ലിപ്പ് ചെയ്യുക അങ്ങനെയുള്ള, പക്ഷേ ആ കുട്ടിക്ക് A+ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസക്കുറവ്, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു കോൺഫിഡൻസിന്റെ കുറവൊക്കെ വലിയ രീതിയിൽ ആ കുട്ടിയുടെ ഭാവിയെയും അവൻ്റെ ആത്മവിശ്വാസത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വാല്യുവേഷനിൽ പങ്കെടുക്കുന്ന അധ്യാപകർ, പേപ്പർ നോക്കുന്ന അധ്യാപകർ ഇത്തരത്തിൽ 68ഓളം മാർക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 1.5 മാർക്കൊക്കെ, വലിയ വിഷയങ്ങളാണല്ലോ, 80 മാർക്കിന്റെ എഴുത്തു പരീക്ഷയുള്ള പേപ്പറുകളാണ് ഈ ഇംഗ്ലീഷ് മാത്സ് SS എന്നൊക്കെ പറയുന്നത്. അത് നിങ്ങൾ കുട്ടികൾക്ക് ഞാൻ അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ കാര്യത്തിലുള്ള കാര്യം നിങ്ങളോട് പറയുകയാണ്. ഏകദേശം ഒരു 68 മാർക്കെങ്കിലും കിട്ടിയാൽ അവരെ എങ്ങനെയെങ്കിലും പിന്നെ ഒരു 69 ആക്കി 70-ലേക്ക് എത്തിക്കുന്ന ഒരു പോസിറ്റീവ് സമീപനമാണ് പേപ്പർ നോക്കുന്ന അധ്യാപകർ കാണിക്കുക എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കുട്ടികൾക്ക് വാരിക്കോരി വെറുതെ മാർക്ക് കൊടുക്കുക എന്നുള്ളതല്ല എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ടാണ് എൻ്റെ ഒരു അനുഭവത്തിൽ പിന്നെ തോന്നിയിട്ടുള്ള. അത് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഒരു 1/2 മാർക്കോ 1 മാർക്കോ ഒക്കെ കുറയുന്നത് ചെറിയ എന്തെങ്കിലും ഒരു സ്ലിപ്പിംഗ് ആയിരിക്കും. ഒരു പെൻസ്ലിപ്പോ അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഒരു ശ്രദ്ധക്കുറവോ എങ്ങനെയെങ്കിലും ഒരു വാല്യൂ പോയിന്റിൽ സംഭവിച്ച കുറവോ ഒക്കെ ആവാം. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുന്ന അധ്യാപകർ കണക്കിലെടുക്കണം. കുട്ടികൾക്ക് വേണ്ടിയാണ് പരീക്ഷ നടത്തിയിട്ടുള്ളത്. ആ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ മാർക്കിടുന്നത്. കുട്ടിയുടെ ഫ്യൂച്ചറാണ് ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലുത്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് എല്ലാവരും, ആരും അതിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും സമീപിക്കുക. എത്ര വലിയ കർശനക്കാരനായിട്ടുള്ള അധ്യാപകരായ പോലും ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുക എന്ന് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സമീപനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രേസ് മാർക്ക് ഇപ്രാവശ്യവും ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപാട് കാറ്റഗറിയിൽ ഗ്രേസ് മാർക്കുകളുണ്ട്. ഒരുപാട് വിഭാഗങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്, ലിറ്റിൽ കൈറ്റ് ഉണ്ട്, യുവജനോത്സവത്തിൽ കിട്ടിയ, സ്പോർട്സിൽ കിട്ടിയ, അങ്ങനെ ഒരുപാട് NCC ഉണ്ട് ഒക്കെ. പക്ഷേ ഇവരിലൊക്കെ ഓരോ വിഭാഗത്തിന് ലഭിക്കുന്ന ഗ്രേസ് മാർക്ക് വ്യത്യസ്തമാണ് എന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരേ ഗ്രേസ് മാർക്ക് അല്ല, അതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗ്രേസ് മാർക്കുകൾ ചേർക്കുന്നത്, നമ്മൾ ഈ മാർക്കിൽ ചേർക്കുന്നത് പ്രത്യേക രീതിയിലാണ്. എല്ലാവർക്കും A+ ഫുൾ A+ കിട്ടിയ ഒരു കുട്ടി, അതായത് എല്ലാ വിഷയങ്ങൾക്കും കുട്ടിക്ക് 90% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ചേർക്കുന്നതല്ല. കാരണം ഏറ്റവും വലിയ ഗ്രേഡ് എന്ന് പറയുന്നത്, നമുക്ക് മാർക്കല്ല ഇപ്പോൾ ഉള്ളത്, ഗ്രേഡാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഗ്രേഡ് എന്ന് പറയുന്നത് A+ ആണ്. A+ന് അപ്പുറത്തേക്ക് ഒരു ഗ്രേഡ് ഇല്ല. അതുകൊണ്ട് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതല്ല. ഇനി ആ ഗ്രേസ് മാർക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നതിനുള്ള വീഡിയോ പ്രത്യേകമായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഇനി ഒരു കുട്ടിക്ക് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടിക്ക് എല്ലാ വിഷയങ്ങൾക്കും 9 വിഷയങ്ങൾക്കും A+ ഉണ്ടായിരുന്നു. ഒരു വിഷയത്തിന് 2 മാർക്ക് കുറവ് വന്നു. ഒരു വിഷയത്തിന് മാത്രം 2 മാർക്ക് കുറവ് വന്നു.
അങ്ങനെയെങ്കിൽ ആ 2 മാർക്ക് മാത്രമാണ് ആ കുട്ടിക്ക്. ഇപ്പൊ 18 മാർക്ക് കിട്ടാൻ ഗ്രേസ് മാർക്ക് കിട്ടാൻ അർഹതയുണ്ടെങ്കിലും ആ 2 മാർക്ക് മാത്രമേ, 2 മാർക്കിന്റെ കുറവ് മാത്രമേ A+ ആവാനുള്ളൂ എങ്കിൽ ഒരു വിഷയത്തിന്, ബാക്കി എല്ലാത്തിനും A+ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ 18 മാർക്കിൽ നിന്ന് 2 മാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. പക്ഷേ ആ 2 മാർക്ക് കൊടുക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന വാചകം ഉണ്ടായിരിക്കും. ഗ്രേസ് മാർക്ക് ഏത് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് എത്ര കിട്ടിയാലും, 1 മാർക്ക് കിട്ടിയാലും 5 മാർക്ക് കിട്ടിയാലും 10 മാർക്ക് കിട്ടിയാലും, അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടത് പൂർണ്ണമായി കിട്ടിയാലും ശരി, ആ സർട്ടിഫിക്കറ്റിൽ ഈ വാചകം ഉണ്ടായിരിക്കും, ഗ്രേസ് മാർക്ക് അവാർഡഡ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഗ്രേസ് മാർക്ക് കൂടി കൂട്ടിയിട്ടാണ് ഈ കുട്ടി ഈ ഗ്രേഡുകളിൽ എത്തിയിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള കുട്ടികൾ, ഇപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡിലുള്ള കുട്ടിയായിരുന്നു, ആ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്, 18 മാർക്കോളം ഗ്രേസ് മാർക്ക് ഉണ്ട്. പക്ഷെ ആ 18 മാർക്കിൽ 1 മാർക്കും മേടിക്കാതെ തന്നെ, ഗ്രേസ് മാർക്ക് കിട്ടാതെ തന്നെ ആ കുട്ടി എന്തായി, എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടി. ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ എന്തുണ്ടാവില്ല? ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് ഉണ്ടാവില്ല. എന്നാൽ ആ കുട്ടിക്ക് +1 അഡ്മിഷന് ബോണസ് പോയിന്റ് കണക്ക് കൂട്ടാൻ വേണ്ടി ഈ ഗ്രേസ് മാർക്ക് കൂടി പരിഗണിക്കുമെന്നതാണ് അവിടെ സത്യം. ഗ്രേസ് മാർക്ക് ഒരിക്കൽ SLCക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ +1 അഡ്മിഷന് ഒരു പരിഗണനയും കൊടുക്കില്ല. എന്നാൽ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടില്ല, അർഹതയുണ്ടായിട്ടും വേണ്ടി വന്നില്ല എങ്കിൽ അത് നമ്മൾ +1 അഡ്മിഷന് അവിടെ പോയിന്റുകൾ കണക്ക് കൂട്ടാൻ പരിഗണിക്കും എന്ന ഒരു വിവരമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഇവിടെ എല്ലാം 1-2 നെഗറ്റീവ് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, നെഗറ്റീവ് അല്ല, ചിലപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ ഈ വർഷം ഒന്ന് മാറിയിട്ടുണ്ട് മൊത്തത്തിൽ. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയത്, അത് ഒരു പരിധി വരെ കുട്ടികളെയൊക്കെ ഒരു ഇപ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്കിൽ പോലും ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര വീതം മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന കാര്യമൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ ക്വസ്റ്റ്യനെ സമീപിക്കുന്ന രീതി വളരെ ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിച്ചു മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമട്ടോ. പണ്ട് നേരത്തെ ചോദിക്കുന്ന പോലെ എന്നാൽ എന്ത്, നിർവചിക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇപ്പോഴില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അത് വളരെ പെട്ടെന്ന് സ്പീഡിൽ എല്ലാ ക്വസ്റ്റ്യനും വായിക്കുമ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ ചോദ്യവും വളരെ നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചു നോക്കിയിട്ട് വേണം ഉത്തരത്തിലേക്ക് കടക്കാൻ. കാരണം പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സ്റ്റൈലിൽ മാറ്റം വന്നു. ആ സ്റ്റൈല്, കുറച്ച് ചോദ്യങ്ങളൊക്കെ പുതിയ രീതിയിലുള്ള ടൈപ്പ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി സ്കൂളുകളിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ പോലും ആ പ്രാക്ടീസ് ചെയ്ത ചോദ്യമായിരിക്കില്ല വരുന്നത്, അതേപോലെയുള്ള മറ്റേതെങ്കിലും ചോദ്യമായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നത്ര അത്തരത്തിലുള്ള ക്വസ്റ്റ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ചോദ്യങ്ങൾ വളരെ നന്നായി മനസ്സിരുത്തി വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് പരിശോധിച്ചതിന് ശേഷം മാത്രം എഴുതുക. ഈ രീതിയിലുള്ള സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് വാരി വലിച്ചെഴുതുന്ന രീതിയൊക്കെ 10ാം തരം പരീക്ഷയിൽ അവസാനിച്ചു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഓരോ ചോദ്യത്തിനും ഇന്ന ഇന്ന വാല്യൂ പോയിന്റുകൾ ഉണ്ട് എന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ആ വാല്യൂ പോയിന്റ് മാത്രം ആ പരീക്ഷയുടെ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പൂർണ്ണമായും മാർക്ക് കിട്ടുമെന്നതാണ് സത്യം. മുഴുവൻ മാർക്കും കിട്ടും. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കുട്ടി ചെറിയൊരു കണക്ക് ഏതെങ്കിലും ചെറിയ വിഷയത്തിൽ, ഇപ്പോൾ കെമിസ്ട്രി പോലുള്ള ചില വിഷയങ്ങളിൽ ചെറിയ സിമ്പിൾ മാത്തമാറ്റിക്സ് ചോദ്യം, ആ ചോദ്യത്തിന്റെ ഒരു കുട്ടിക്ക് പിന്നെ ഉത്തരം മനസ്സിൽ കണക്കുകൂട്ടി എഴുതാൻ കഴിഞ്ഞു. വേറൊരു കുട്ടി സ്റ്റെപ്പ് എല്ലാം എഴുതി വെച്ചു. സ്റ്റെപ്പ് എല്ലാം എഴുതി അവസാനം കൂട്ടിയപ്പോൾ ആ ഉത്തരം തെറ്റിപ്പോയി. ആ സ്റ്റെപ്പ് എഴുതി വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് മാർക്കൊന്നും കിട്ടുന്നില്ല. അതേസമയം മനസ്സിൽ കണക്കുകൂട്ടി ഉത്തരം എഴുതിയ കുട്ടിക്ക് പൂർണ്ണമായും മാർക്ക് കിട്ടുന്ന ഒരവസരം. അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ നമ്മൾ ഒരുപാട് കൂടുതൽ ഇങ്ങനെ എഴുതണമെന്നില്ല. ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ എഴുതി പോകണമെന്നൊന്നും ഇപ്പൊ ഇല്ല. അങ്ങനെ സ്റ്റെപ്പ് എഴുതുന്ന കുട്ടികൾക്ക് എന്താ പ്രത്യേകത? അവർക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് കിട്ടാത്തവരായിരിക്കുമെന്ന ഒരു ധാരണയാണ്. അപ്പോൾ
സ്റ്റെപ്പ് എഴുതുമ്പോൾ ചെറിയ മാർക്കേ ഉള്ളൂ, കറക്റ്റ് ഉത്തരത്തിനാണ് മാർക്ക്, വാല്യൂ പോയിന്റിനാണ് മാർക്ക്. ഒരുപാട് വാല്യൂ വലിച്ച് എഴുതണ്ട, കൃത്യമായ പോയിന്റുകൾ ആ ഉത്തരത്തിൽ ഉണ്ടോ എന്ന് മാത്രമാണ് മൂല്യനിർണ്ണയത്തിൽ പരിശോധിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദ്യത്തെ സമീപിക്കുന്ന രീതി നല്ലതായിരിക്കണം. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കണം, അതിനുശേഷമേ ഉത്തരം എഴുതാവൂ. പിന്നെ തീർച്ചയായിട്ടും നന്നായി എഴുതാൻ കഴിയട്ടെ, എല്ലാ കുട്ടികൾക്കും ഏറ്റവും നന്നായി പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ IT പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന, മോഡൽ പരീക്ഷ എഴുതാൻ പോകുന്ന, മാർച്ച് 5-ന് പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന 10ാം തരത്തിലെ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസ് നമ്മൾ ഗ്രേസ് മാർക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നു, പിന്നെ മൂല്യനിർണ്ണയം എങ്ങനെയാണ് നടത്തുക, ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.